Hello everyone, welcome back to my channel. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു മീഷോ ഹൗൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 998 രൂപയ്ക്ക് നമ്മൾ 5 പ്രൊഡക്ട്സ് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. വെറും 998 രൂപയ്ക്ക്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങുവാണ്. വളരെ ചുരുങ്ങിയത് ഒരു 2 സാധനം വാങ്ങുമ്പോൾ തന്നെ നമുക്ക് വരും 1000 രൂപ. ഇപ്പം 1000-നുള്ളിൽ അല്ലെങ്കിൽ അറൗണ്ട് 1000 റുപ്പീസിന് നമ്മളൊരു 5 സാധനങ്ങളാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുള്ളത്. നമുക്ക് പോകേണ്ട ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ 1000 രൂപയ്ക്ക് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു 5 പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഹാൻഡ് ബാഗ് ആണ്. ഇതാണ് കേട്ടോ, ഈ ഒരു ബാഗാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കാഷ്വൽ ഷോൾഡർ ബാഗാണ്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ബെൽറ്റിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ലേ, അതുപോലുള്ള ഓപ്ഷനാണ് നമുക്ക് അഴിക്കാം. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഹോൾസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആണെങ്കിലും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ് ഇതിൽ ഇവർ ബാഗിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ മേടിച്ചത് വൈറ്റ് കളറാണ്. വൈറ്റ് ബാഗാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, ഒരുപാട് കളേഴ്സ് അതിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് ഫ്രീ സൈസ് ആണ്. ഇത് കുറച്ച് നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ ഇത് ഒരു കുഞ്ഞൊരു ബാഗാണ്, ഒരു മീഡിയം സൈസ് ബാഗാണെന്നാണ് നമുക്ക് തോന്നുക. ഇത്രയും ഒരു വലിപ്പം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇതിൽ കൊള്ളും എന്നുള്ളത് മനസ്സിലായത്. ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും കേട്ടോ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് മഴയ്ക്കാണ്, കുട വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണ്, ബുക്സൊക്കെ നമുക്കിതിൽ കൊള്ളും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സൈസിലാണ് ഈ ഒരു ബാഗ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇത് മാഗ്നറ്റ് ടൈപ്പിലാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത്. 2 ഭാഗങ്ങളിലായിട്ടാണ് ഇതുള്ളത് കേട്ടോ. ഇതിന് വേറെ അറകളോ സിബോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈ ഒരൊറ്റ അറ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പേഴ്സ് പോലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധ കാണിക്കേണ്ടതാണ്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരൊറ്റ അറ മാത്രമേ ഉള്ളൂ. ഇതിൽ അത്യാവശ്യ സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. ഇതിൻ്റെ ലെതർ വൈസ് നല്ലൊരു ലെതർ തന്നെയാണ്. ഇത് ക്ലോത്ത് ടൈപ്പ് അല്ല കേട്ടോ, നല്ലൊരു ലെതറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഒരു ഉറപ്പോട് കൂടിയിട്ട് നല്ലൊരു ഫിനിഷിങ് സ്റ്റിച്ചിങ് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ യൂസിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ മേടിച്ച റേറ്റിന് ഇത് ഓക്കെയാണ്. പിന്നെ ഞാനിത് മെയിനായിട്ട് ഡെയിലി യൂസിങ്ങിന് കാര്യങ്ങൾക്കല്ല ഞാൻ മേടിച്ചിട്ടുള്ളത്. നമുക്ക് വല്ലപ്പോഴും വൈറ്റ് ബാഗും കൂടിയല്ലേ പ്രത്യേകിച്ച്, അപ്പം ഞാൻ വല്ലപ്പോഴും യൂസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ എപ്പോഴും ഇതല്ല, എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ബാഗ് 2 അവിടെ ഉണ്ട്. ഇത് ഞാനെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് മേച്ച് ചെയ്യാനൊക്കെ ആവശ്യമായി വരുമ്പോഴും പിന്നെ വീഡിയോ ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ ഇത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ പെയർ ചെയ്ത് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഈ ഒരു റേറ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സാധനങ്ങൾ ഇതിൽ കൊള്ളുന്നുണ്ട്. ലെതർ വൈസ് ഓക്കെയാണ്. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം, കുറയ്ക്കാം ഒക്കെ ചെയ്യാം. നമ്മുടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു ബാഗിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബ്രൗൺ അവൈലബിൾ ആണ്, ബ്ലാക്ക് അവൈലബിൾ ആണ്, ഗ്രേ അവൈലബിൾ ആണ്, അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ്, ക്രീം, അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്, എനിക്കറിയാം. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 276 രൂപയാണ്. എനിക്ക് കിട്ടിയത് 252 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ചില ടൈമിൽ നമുക്ക് സെയിൽ നടക്കും, ചില ടൈമിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള അടിപൊളി ബാഗാണ് കേട്ടോ. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ദെൻ നെക്സ്റ്റ് വൺ നമ്മളൊരു ഫുഡ് വെയർ ആണ്. നമ്മളൊരു ചെരുപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ടോപ്പ് വിത്ത്
ട്രൗസേഴ്സിൻ്റെ ഒപ്പം നമ്മൾ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബാഗും നമ്മൾ അതിൻ്റെ ഒപ്പം പെയർ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഹീൽസ് ആണ് കേട്ടോ, ഹീൽസിൻ്റെ ഷൂ ടൈപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ക്രീമാണ്, ഒരു ഓഫ് വൈറ്റ് ടൈപ്പ് ഒക്കെ ഫീൽ ചെയ്യും. ഒരു ക്രീം കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് ഞാൻ റിട്ടേൺ അയക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തേക്ക്. ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത് വരാൻ കുറച്ചുകൂടെ ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ റിട്ടേൺ അയച്ചില്ല. എനിക്ക് ഈ ഒരു കളർ എനിക്ക് അത്യാവശ്യമായിരുന്നു ഒരു വീഡിയോയ്ക്ക്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതാണ്. ഇനി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഞാൻ മേടിച്ച സൈസിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ സൈസ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈസ് 7 ആണ് എനിക്ക് നോർമലി. നമ്മുടെ ഇന്ത്യൻ സൈസ് വെച്ചിട്ട് ഞാൻ ചപ്പൽസ് വാങ്ങുമ്പോൾ എനിക്ക് വരാറ് 7 ആണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ്, അതിൽ ഇന്ത്യൻ സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സൈസാണ് കൊടുത്തിട്ടുള്ളെങ്കിലും നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കണ്ടോ, യൂറോ സൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 40 ആണ് ഇതിൽ കാണിക്കുന്നത്. ഇന്ത്യൻ സൈസ് 7 എന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ യൂറോ സൈസ് വരെ 40 ആണ്. 40 അല്ല എനിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ യൂറോ സൈസ് നോക്കാൻ അവരത് അതിൽ കാണിക്കുകയാണ്. ഇപ്പോൾ യൂറോ സൈസ് ആണ് അവർ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 39, 38 ആ ഒരു റേഞ്ചിൽ എനിക്ക് മതിയായിരുന്നു. 40യുടെ ആവശ്യം വരുന്നില്ല. ഒരു 39 ആണെന്നുണ്ടെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, 38, 39 എനിക്ക് ഓക്കെ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യൻ സൈസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചപ്പൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ക്ലോത്ത് ഒക്കെയാണ്, അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് 7 ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാവും ബെറ്റർ. ഞാനിതൊന്ന് റിട്ടേൺ അയച്ചിട്ട് എനിക്ക് എൻ്റെ കറക്റ്റ് സൈസിൽ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാനിത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് റിട്ടേൺ അയക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൂസാണെന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാനിവിടെ വല്ല കടലാസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർമൽ യൂസിനും കാഷ്വൽ യൂസിനും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷൂസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീൽസ് ഉള്ളതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് യൂസിനും ഉപകാരമാണ്. ഈ ഒരു പ്രൈസിൽ, ഇതിൻ്റെ പ്രൈസിൽ നമുക്കിത് ഓക്കെയാണ്. നിങ്ങളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ്. കുറച്ച് ഹാർഡായിട്ടുള്ള, സോഫ്റ്റ് മെറ്റീരിയൽ ഒന്നുമില്ല, ഹാർഡായിട്ടുള്ള കുറച്ച് ഉറപ്പോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് കുറച്ച് ലൂസ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കടലാസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. ഇവിടെയാണെങ്കിൽ ഒരു ഇലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. സൈസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മേടിച്ചാൽ മതി. യൂറോ സൈസിലും ഇന്ത്യൻ സൈസിലും വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇന്ത്യൻ സൈസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കയ്യിൽ കിട്ടുക യൂറോ സൈസിലാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ 7 ആണ് നിങ്ങളുടെ ഇന്ത്യൻ സൈസ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6ൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 39 സൈസ് നമ്മുടെ കറക്റ്റ് ഫിറ്റിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് കിട്ടിയത് 40 ആണ് കേട്ടോ. 40 എനിക്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഹീൽസ് യൂസ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഹീൽസ് നോക്കിയിട്ട് മേടിച്ചത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 510 ആണ് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 481 ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതലും ഫുഡ് വെയർസ് ഒന്നും ഞാൻ ഓൺലൈനിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യാറില്ല. കാരണം സൈസിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ പുറത്ത് പോയിട്ടാണ് ഞാൻ കൂടുതലും ചപ്പൽസൊക്കെ പർച്ചേസ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്തു, അതിൽ തന്നെ നമുക്ക് പാളിപ്പോയി റിട്ടേൺ അയക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ സാഹചര്യവശാൽ എനിക്ക് അതിന് സാധിച്ചില്ല, കാരണം യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സൈസ് ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ട് എനിക്കിത് ഫിറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ റിസ്ക് എടുത്താണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പോൾ യൂസ് ചെയ്തത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം ആവശ്യമാണ്. കാരണം ഓഫീസിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഫോർമലായിട്ട് പോകേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വേണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൈസ് ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാം. ദെൻ നെക്സ്റ്റ് വൺ, ബ്യൂട്ടിഫുൾ സിൽവർ ചെയിൻ നെക്ലേസ് വിത്ത് ഇയറിങ്സ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബോക്സിലാണ്. പാക്കേജിങ് ഒക്കെ നമുക്ക് ഓക്കെയാണ്. ഈ ഒരു ബോക്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ തെർമോക്കോളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് അവർ അയച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നമുക്കൊരു ഇയറിങ്സ് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മളിത് എടുക്കുമ്പോൾ ഇതിൽ കാണുന്നത് ഒരു നെക്ലേസ് ആണ് കേട്ടോ. ലോങ് ആയിട്ടുള്ള നെക്ലേസ് ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? ഓക്കെ,
ഇതാണ് കേട്ടോ. ഇതും ഞാൻ നമ്മുടെ മുന്നേ ഇട്ട വീഡിയോയുടെ ആ ഗ്രീൻ ഡ്രസ്സിൻ്റെ ഒപ്പം ഞാൻ കാഷ്വലായിട്ട് ഞാൻ പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെയർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. എന്തായാലും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇടും. അപ്പം അതിൻ്റെ ലിങ്കും കൂടി ഇടും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ അതിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു നെക്ലേസ് ആണ് ഇത്. പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലവർ ടൈപ്പ് ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണുന്നില്ലേ? ഇതൊരു ഫ്ലവർ ടൈപ്പ് ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഹാങ്ങിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഹാങ്ങിങ് ആണ്, വേറെ ഹാങ്ങിങ് ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു ലെയർ ആയിട്ട് ഹാങ്ങിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്, ഈ ഒരു ഭാഗം നമുക്ക് ഒരു ഈ മെറ്റലിൻ്റെ ഇതിൻ്റെ വെയിറ്റ് കാരണം ഇതിന് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് ഡെയിലി യൂസിനൊന്നുമല്ലല്ലോ, വല്ലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഓൾവേസ് നമ്മളതിൽ കണ്ടിട്ടുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് ഇതിൻ്റെ ഇയറിങ്സ് ആണ് കേട്ടോ. ഇയറിങ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആണ്. ഇതിൻ്റെ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ഇയറിങ്സ് ആണ് രണ്ടും. അതിലടിയിൽ ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിമ്പിൾ ഇയറിങ്സ് തന്നെയാണ് കേട്ടോ. എന്തായാലും രണ്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മൾ മേടിച്ച റേറ്റിന് രണ്ടും ഓക്കെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് മെറ്റൽ ടൈപ്പ് ആണ്. ഇതിൻ്റെ 2 ഡിസൈൻസ് അവൈലബിൾ ആണ് ഒരു പ്രൈസിൽ. അപ്പോൾ ഈ 2 സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് 157 ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 136 എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. എനിക്ക് ആ ഒരു വെയിറ്റ് താങ്ങോ എന്നുള്ളൊരു ഡൗട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഒരു റിംഗ് ആണ്. ഓക്കെ, റിംഗ് ആണ്. ഇങ്ങനെ ഒരു ബോക്സിലാണ്, ഒരു കവറിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് കേട്ടോ. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും, കാണുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റബിൾ റിംഗ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡബിൾ റിംഗ് ആണ്. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇതാണ്. ഞാൻ എന്തായാലും പിക്ചർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കാണുക. നമ്മൾ എങ്ങനെ പെയർ ചെയ്യേണ്ടതെന്നുള്ളത് 2 ടൈപ്പ് നമുക്ക് പെയർ ചെയ്യാം. ഒരു ടൈപ്പ് നമുക്ക് ഒരു ഫിംഗറിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാം. പിന്നെ ഉള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് 2 ഫിംഗേഴ്സിലായിട്ട് നമുക്ക് ഇട്ട് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പിൽ നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ്. ഡബിൾ റിംഗ് ആണ്. ഓക്കെ, ഇത് വന്നിട്ട് ഫ്ലവർ, ഒന്നില് ചെറുതിലെ ഫ്ലവറും വലിയ റിങ്ങിൽ വന്നിട്ടൊരു മൂൺ ടൈപ്പ് ആണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലെ, അതിൽ ഹാങ്ങിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ബേസ് മെറ്റൽ എന്ന് പറയുന്നത് ജർമ്മൻ സിൽവർ ആണ് കേട്ടോ. ഇത് മെറ്റൽ വന്നിട്ട് ഒരു ബ്ലാക്ക് മെറ്റൽ എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ടൈപ്പും കൂടിയാണ്. ക്വാളിറ്റി ഉണ്ട്. ഫ്രീ സൈസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, അഡ്ജസ്റ്റബിൾ ആണ്. അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിംഗ് ആണ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്കിഷ്ടമായി. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. 152 ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇത് ഓഫറിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 129 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 129 എന്ന് പറയുമ്പോഴും എനിക്ക് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതും പർച്ചേസ് ചെയ്യാം. അല്ലാണ്ട് ഒത്തിരി നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉറപ്പ് പറയാം, ഞാൻ പർച്ചേസ് ചെയ്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത്രയും പ്രൊഡക്ട്സ് അടിപൊളി ക്വാളിറ്റിയാണ് നമ്മൾ മേടിച്ച പ്രൈസിന് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 5 പ്രൊഡക്റ്റ്, ഒരു ഇയറിങ്സ്, അതുപോലെ തന്നെ ഒരു നെക്ലേസ്, ഒരു റിങ്, അതുപോലെ തന്നെ ഒരു ഫുട്വെയർ, ഒരു ബാഗ്, അങ്ങനെ ഇത്രയും പ്രൊഡക്ട്സ് 5 പ്രൊഡക്ട്സ് ആണ് നമ്മൾ അറൗണ്ട് 1000 റുപ്പീസിന് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 പ്രൊഡക്റ്റ് 1000 രൂപയ്ക്ക് ലാഭം തന്നെയല്ലേ, നിങ്ങൾ പറഞ്ഞോളുണ്ട് കേട്ടോ.
കാരണം നമ്മളൊരു ചെരുപ്പും ഒരു ബാഗും നമ്മൾ പുറത്ത് പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ വരും ഒരു 1500 ആ റേഞ്ചിൽ നമുക്ക് കിട്ടും. ഇതുപോലത്തെ ഐറ്റം തന്നെയാവും നമ്മൾ മേടിക്കുന്നുണ്ടാവും പുറത്ത് പോയിട്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് പോയി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു 1500-നുള്ളിൽ രണ്ടും കൂടിയിട്ട് നമുക്ക് വരും, ഉറപ്പാണ്. പിന്നെ ഇത് ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഈ ഒരു 5 പ്രൊഡക്റ്റും നമുക്ക് 1000 രൂപയ്ക്ക് ലാഭമാണല്ലോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക്